സാഹചര്യത്തിൽ ദമ്പതികളെ കാണാനില്ല എന്നൊരു വാർത്ത ഇന്ന് ഉച്ചയ്ക്ക് മലപ്പുറത്ത് നിന്ന് വന്നു. തിരച്ചിൽ നടക്കുന്നതിനിടെ നടുക്കുന്ന ആ വിവരമെത്തി. ദമ്പതികളിൽ ഭാര്യയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ പുഴയിൽ നിന്നും കണ്ടെത്തി. ഉരുക്കുമാട് കടവിന് സമീപം ഫൈബർ വെള്ളത്തിന്റെ നങ്കൂരം ഉയർത്തിയെടുക്കുന്നതിനിടെ നങ്കൂരത്തിൽ ചാക്ക് കുടുങ്ങുകയായിരുന്നു. തിരൂർ പുറത്തൂർ സ്വദേശി ഫൗസിയാണ് മരിച്ചത്. ഭർത്താവ് ഹുസൈൻ ഫൗസിയെ രാത്രിയിൽ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. സിനോജ് തോമസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സിനോജ്, എന്തായാലും നടന്നിരിക്കുന്നത് ഒരു കൊലപാതകം തന്നെയാണ്, മരിച്ചത് ഫൗസി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി കൊന്നതാര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മതി. ഹുസൈന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹുസൈൻ തന്നെയാണോ കൊലപാതകി എന്നുള്ളതാണ് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. പോലീസിന്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? ഫൗസിയുടേത് കൊലപാതകം തന്നെയാണെന്ന നിഗമനത്തിലാണ് തിരൂർ പോലീസ് ഉള്ളത്. കാരണം കഴുത്തിൽ വരിഞ്ഞു മുറുകിയ പാടുകളുണ്ട്. കയറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തുണിയോ ഷാളോ പുതപ്പോ ഉപയോഗിച്ചുകൊണ്ട് വരിഞ്ഞു മുറുകി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ചാക്കിലാക്കി അത് കെട്ടി പുഴയിൽ ഉപേക്ഷിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. ഏതായാലും ഫൗസിയുടെ ഭർത്താവ് ഹുസൈന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഇന്നലെ പുലർച്ചെയാണ് ഹുസൈൻ വീട്ടിലെത്തുകയും ഫൗസിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്തത്. മീൻ വാരാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കിക്കൊണ്ട് പോകുന്നത്. അതിനുശേഷം ഇരുവരെയും കാണാതായി. തുടർന്ന് ഇന്നാണ് മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഫൈബർ ബോട്ട് നങ്കൂരം ഇട്ട് കിടക്കുകയായിരുന്നു. നങ്കൂരം ഉയർത്തുന്ന സമയത്താണ് നങ്കൂരത്തിൽ ഒരു ചാക്ക് കെട്ട് കുടുങ്ങിക്കിടക്കുന്നതായി കാണുന്നത്. അങ്ങനെ ചാക്ക് കെട്ടിൻ്റെ കെട്ടഴിച്ച് പരിശോധിച്ചപ്പോഴാണ് അതിനകത്തൊരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അങ്ങനെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം രാവിലെ ഈ ഹുസൈനും ഫൗസിയും തമ്മിൽ വീട്ടിൽ വഴക്കും വാക്കേറ്റം ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കളും നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട്. കുടുംബത്തിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കളും സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഹുസൈന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയും ചെയ്യുകയാണ്. ഓക്കെ, സിജോ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹുസൈനായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്.